കോട്ടയേറ്റുമാനൂരിലെ ജിസ്മോളുടെയും 2 കുഞ്ഞുങ്ങളുടെയും മരണം സംബന്ധിച്ചിട്ടുള്ള ദുരൂഹതകൾ ഓരോ ദിവസവും ചെല്ലുന്തോറും വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. അവരാ പുഴയിലേക്ക് പോയതിൻ്റെ CCTV ഫുട്ടേജ് 10-15ഓളം CCTVകളുള്ള പ്രദേശങ്ങളിലൂടെ കടന്നു പോയിട്ട് ഇതുവരെ ഒരൊറ്റ CCTV ഫുട്ടേജുകൾ പോലും പുറത്തുവിടാത്തതിനകത്തുള്ള ദുരൂഹത തന്നെ ഒന്നാമത്തെ ഒരു ദുരൂഹതയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ ഭാഗത്തു നിന്നുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ഓൾറെഡി ഇപ്പോൾ പോലീസിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്നും പോലീസ് പുറത്തേക്ക് വിട്ടതായിട്ട് യാതൊരു അറിവും ഇല്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജിസ്മോളിലെ ഫോണിലെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ അതും പോലീസിന് ഓൾറെഡി കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളും പോലീസ് പുറത്തേക്ക് വിടുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഏകദേശം 16,000-ഓളം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള റിട്ടയർഡ് പോലീസ് സർജൻ ഡോക്ടർ PB ഗുജറാൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് മരണപ്പെട്ട ഉടനെ തന്നെ ബോഡി കൊണ്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-2 ബോഡികളും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാമർശവും ഈ ജിസ്മോളിലെ കുഞ്ഞുങ്ങളുടെ ഈ വെള്ളത്തിൽ ബോഡി പൊന്തിക്കിടന്ന് കാണപ്പെട്ടു എന്നുള്ള ഒരു കാര്യവും കൂടെ കൂട്ടി വായിക്കുമ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയോ ദുരൂഹതകൾ കിടപ്പില്ലേ. ഈ മൊത്തം കാര്യങ്ങളിലെ ഈ ദുരൂഹതകളിൽ നിന്നും ഇവിടെ പ്രതികൾ രക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ പ്രതികളെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഒരു നിലയിലേക്കാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ നീതിബോധത്തെ കുപ്പത്തൊട്ടയിൽ വലിച്ചെറിയുന്നതിന് സമാനമായിട്ടാണോ ഇവിടുത്തെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് ശരിക്കും ഈ പ്രതികൾ തന്ത്രപരമായിട്ടുള്ള ചില കളികൾ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചനകളെ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രതികൾ എല്ലാവരും അതിശക്തമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനായിട്ടുള്ള പ്രാപ്തരായിട്ടുള്ളവരാണ്. അവരെ അതിനർഹരാണ്. ആ ശിക്ഷ അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യണം. അതിനുള്ള പ്രവർത്തനം ഉണ്ടായേ പറ്റുള്ളൂ. നമുക്കറിയാം, ആ ഷൈനയുടെയും 2 കുഞ്ഞുങ്ങളുടെയും അവസ്ഥ തന്നെ അതിക്രൂരമായ 3 കൊലപാതകങ്ങൾക്ക് സമാനം എന്ന രീതിയിൽ ആ കാര്യങ്ങൾ നടത്തിയ പ്രതികളെല്ലാം ഇന്ന് പൊതുസമൂഹത്തിൽ സ്വതന്ത്രരായി വിലസുകയാണ്. അതേ അവസ്ഥ തന്നെയാണ് ഈ ജിസ്മോളുടെയും 2 കുഞ്ഞുങ്ങളുടെയും കാരണത്തിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. ആ പ്രതികൾ ഇന്നിപ്പോൾ രക്ഷപ്പെടാനായിട്ടുള്ള എല്ലാ പഴുതുകളും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ദുസ്സൂചനയാണ് ഇതിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായിട്ട് ഇതിനകത്ത് നിയമ സംവിധാനം ഇടപെട്ടേ പറ്റൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.